എന്നാ നമുക്ക് തുടങ്ങാം. മര്യാദ വേണ്ട ഡിവൈഎഫ്ഐ ഒരു ചർച്ചയിൽ ഒരു സാമാന്യ ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായില്ല. പൊളിറ്റിക്കൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാണ്. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് ട്രാൻസ്പെറന്റ് ആണ്. കേരളത്തിൽ ആർക്കും പരിശോധിക്കാം. അത് ഞങ്ങൾ പണിയും അടുത്ത ദിവസം. അല്ലാതെ അതിന് ജെയ്സി തോമസിന്റെ അച്ചാരവും ഓശാനവും ഒന്നും ആവശ്യമില്ല കേട്ടോ. ശ്രീ വസന്ത് സിറിയക്ക് പാർട്ടി ഇനിയുള്ള ഘട്ടങ്ങളിലെങ്കിലും ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ ആളുകളെ മനസ്സിലാക്കി ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന ഒരു ചിന്ത കോൺഗ്രസിലുണ്ടാകുമ്പോൾ വളരെ ചെറിയൊരു മറുപടി മതി. നാണവും മാനമുള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനമല്ലോടോ കേൾക്കണത്. അല്ല, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ, അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ മാത്രമല്ല ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർക്കുണ്ടാവേണ്ട ഒരു പൊതു മിനിമം മര്യാദയുണ്ട്. ആ മര്യാദയുടെ അതിർവരമ്പുകൾ ആര് ലംഘിച്ചിട്ടുണ്ടെങ്കിലും അവർ ക്രൂസിഫൈ ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐ നേതാവിനോട് ഒരു ഉത്തരമുണ്ട്. അദ്ദേഹം വയനാട് പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ആയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതിയും ഉയർന്നു വന്നിട്ടില്ല. ഫണ്ട് എന്ന് ചോദിക്കുന്നതല്ലാതെ പ്രളയ ഫണ്ട് തട്ടിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് 3 കേസ് രജിസ്റ്റർ ചെയ്തത് കളമശ്ശേരിയിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ്. അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു, പലരും ഉള്ളിൽ കടന്നു. അതായത് 2018 പ്രളയം വയനാട് മാത്രമല്ല സമയത്ത് അതിൽ നിന്ന് 73 എന്ന കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കേസുണ്ട്, FIR ഉണ്ട്. എന്റെ ഡിവൈഎഫ്ഐ നേതാവെ ഞാൻ പറയട്ടെ, അങ്ങ് എത്രയോ ആവേശപൂർവ്വമാണ് എന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ പറയട്ടെ അപ്പോ ആ ക്രൈംബ്രാഞ്ച് FIR ഉണ്ട് നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പ്രളയ ഫണ്ട് തട്ടിച്ചു എന്ന കേസിൽ. യൂത്ത് കോൺഗ്രസിന് 30 വീടിന്റെ കാശ് എവിടെ? യൂത്ത് കോൺഗ്രസിന് 30 വീടിന്റെ കാശ് എവിടെ? എത്ര പിരിച്ചു? 30 വീടിന്റെ പൈസ ജെയ്സി തോമസ് ആണ്. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ഞങ്ങൾ സ്റ്റേജ് കെട്ടാൻ വളരെ വില കുറച്ച് മുള വാങ്ങാൻ തൊടുപുഴയിൽ പോയി. മുള കിട്ടിയില്ല, ചെലവ് 1000. മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി, മുള കിട്ടിയില്ല, ചെലവ് 2000. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് ട്രാൻസ്പെറന്റ് ആണ്. കേരളത്തിൽ ആർക്കും പരിശോധിക്കാം. അത് ഞങ്ങൾ പണിയും അടുത്ത ദിവസം. അല്ലാതെ അതിന് ജെയ്സി തോമസിന്റെ അച്ചാരവും ഓശാനവും ഒന്നും ആവശ്യമില്ല കേട്ടോ. ഡിവൈഎഫ്ഐയുടെ പൈസ എവിടെ? നിങ്ങൾക്ക് സർക്കാരിന് കൊടുത്തു എന്ന് പറയുന്നു. എത്ര കൊടുത്തു? എവിടെ കൊടുത്തു? ആ വീട് എവിടെ? നിങ്ങൾ കൊടുത്തിട്ടുള്ള പണിയാത്തത് കർണാടക ഗവൺമെന്റ് കൊടുത്തു 100 വീട് പണിയാൻ. എന്താ നിങ്ങളുടെ സർക്കാരിന് സാധിക്കാത്തത്? എന്താ ആ എന്താ FIR ഇട്ട് അന്വേഷിക്കാൻ പറയൂ. എന്താ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് ഒരു പരാതിയില്ലാത്തത്? അയാൾക്ക് വായിൽ തോന്നിയത് മുഴുവൻ കോതയ്ക്ക് പാട്ട് എന്ന കണക്കിന് വിളിച്ചു പറയാം. പറയുമ്പോ അയാൾ ഒരു മര്യാദ വേണ്ട ഡിവൈഎഫ്ഐ ഒരു ചർച്ചയിൽ ഒരു സാമാന്യ മര്യാദയില്ല. പൊളിറ്റിക്കൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐ താങ്കളോടും മര്യാദയില്ല. തട്ടിച്ചു എന്ന പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പേരിൽ ആടിനെ വിറ്റും താലി വിറ്റും പൈസ കൊടുത്തവർ 75 ലക്ഷം രൂപ. പൈസ എടുത്ത് പുട്ടടിച്ച അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അതിന്റെ സമയമുണ്ടല്ലോ. അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ശരി അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അതൊക്കെ ശരി പ്രളയ ഫണ്ടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് ഇതിനിപ്പോ സമയമില്ല. ഇന്നത്തെ ചർച്ച ശരി കഴിഞ്ഞു. ശരി അത് ചർച്ച ചെയ്യാം. നമുക്ക് പ്രളയ ഫണ്ടിനെ കുറിച്ച് ഏത് കണക്ക്? കേരളത്തിൽ FIR ഇട്ടിരിക്കുന്ന ആർക്കെതിരെയാണ്? ക്രൈംബ്രാഞ്ചിന്റെ 3 FIR ആർക്കെതിരെയാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. 75 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതാണ്. ഇത് വെറുതെ നിങ്ങളുടെ സമയം കളയല്ലേ? അല്ലല്ലോ, അത് നിങ്ങളുടെ ആരോപണം. അതൊക്കെ